السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് മാർഗദർശനത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും സമ്മാനിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമായതുപോലെ തന്നെ ഹദീസും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമാണ്, ഹുജ്ജിയത്താണ്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചർച്ച ചെയ്തു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഹദീസിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ അവലംബിച്ചിരുന്ന മാർഗങ്ങൾ, ഹദീസിനെ ഓർമ്മ വയ്ക്കുക, ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യുക, ഹദീസിനെ എഴുതി സൂക്ഷിക്കുക എന്ന രീതി. കിതാബത്തുൽ ഹദീസിൽ 4 രൂപങ്ങളാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലം മുതൽ സ്വീകരിച്ചു പോന്നിരുന്നത്. ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളൊക്കെ എഴുതി സൂക്ഷിക്കൽ. രണ്ടാമതായി സഹീഫകളിൽ ഓരോരുത്തരും വ്യക്തിപരമായി ഏടുകളിൽ എഴുതി സൂക്ഷിക്കൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹദീസുകളെ എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു ഏട് സൂക്ഷിച്ചിരുന്നു. കിതാബു സദഖ എന്നാണ് അതിന് പറയുന്നത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഒരു ഏട് എഴുതിയത് സകാത്ത് പിരിക്കാൻ വേണ്ടി അയക്കുന്ന ആമിലീങ്ങൾക്ക് സകാത്തിന്റെയും സദഖാത്തിന്റെയും അതിന്റെ നിസാബിന്റെയും കൃത്യമായ കണക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായി.
സകാത്തിന്റെ സവിസ്തരമുള്ള നിയമങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറി സാധനങ്ങൾക്കും കൊടുക്കേണ്ടുന്ന 10-1 നിയമം, സദഖാത്തിന്റെ നിയമം സവിസ്തരമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം ആ ഏടിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് എത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന് ശേഷം ആ ഏട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് എത്തിപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന് ശേഷം, വഫാത്തിന് ശേഷം ആ ഏട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ കരങ്ങളിലേക്ക് വന്നു. അതിനുശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിന്റെ കരങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതിനുശേഷം സാലിം റഹിമഹുല്ലാഹിന്റെ കരങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. സാലിം റഹിമഹുല്ലാഹിക്ക് ശേഷം അതിനെ ഇബ്നു ശിഹാബ് സുഹരിയുടെ കരങ്ങളിലേക്ക് എത്തിപ്പെടുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹദീസുകളെ എഴുതി സൂക്ഷിച്ചു എന്ന് വളരെ കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച ഒരു സഹീഫയുണ്ടായിരുന്നു. സഹീഫത്തു അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക്കിന്റെ ഏട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഹിലാൽ ബിൻ റബീഅ പറയുകയാണ്, إذا كنا أكثرنا على أنس بن مالك رضي الله عنه فأخرج إلينا محالا فيقول هذا ما سمعته من رسول الله صلى الله عليه وسلم وعرضتها عليه. ഞങ്ങളുടെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലുള്ള ഒരു ശേഖരം ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുമായിരുന്നു. എഴുതി സൂക്ഷിച്ചിരുന്ന വലിയ ഒരു ശേഖരമാണ്. എന്നിട്ട് പറയുമായിരുന്നു, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ട കാര്യങ്ങളാണ്, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേട്ടു ഞാൻ അതിനെ എഴുതി സൂക്ഷിച്ചതാണ്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ ഞാൻ ഇത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ തന്നെ ഹദീസ് എഴുതി സൂക്ഷിച്ചിരുന്ന പ്രത്യേകമായ ഒരു ഏടുണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം സഹാബാക്കൾ അവരുടെ വ്യക്തിപരമായി തന്നെ സഹീഫകളിൽ ധാരാളം ഹദീസുകൾ അവർക്കുണ്ടായിരുന്നു. അതിനെ ഒരു ഗ്രന്ഥത്തിൽ, ഒരു ഏടിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഹദീസിനെ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, കുന്തു അറദ്തു അൻ നക്തുബ സുനന ثم ذكرت أقواما كتبوا كتابا فأكبوا عليها وتركوا كتاب الله. ഞാൻ ഹദീസുകളെ എഴുതി സൂക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ ചരിത്ര പശ്ചാത്തലം ഞാൻ പഠിക്കുകയുണ്ടായി. അവര് പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും വചനങ്ങൾ എഴുതി സൂക്ഷിക്കുകയുണ്ടായി. എന്നിട്ട് അതിനെ മാത്രം അവലംബിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. ഈ ഒരു ഹദീസിനെ വെച്ചുകൊണ്ട് മുൻകിരീനൽ ഹദീസ്, ഹദീസിനെ നിഷേധിക്കുന്ന ആൾക്കാർ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഹദീസിനെ എഴുതുന്നതിന് വിലക്കേർപ്പെടുത്തി എന്ന് പറയാറുണ്ട്. ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ജാമിഉ ബയാനിൽ ഇൽമ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ സനദ് ദഈഫാണ് എന്ന് പറയുന്നുണ്ട്. ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ അൽ അഹ്കാമിൽ ഈ റിവായത്തിന്റെ സനദുകൾ കൊണ്ടുവന്നിട്ട് ആ സനദുകളിൽ ജർഹ് ഉന്നയിച്ചിട്ടുണ്ട്. ധാരാളം ദഈഫായ റാവിമാരുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഇനി അഥവാ ഇതിനെ അംഗീകരിച്ചാൽ തന്നെ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും വാക്കുകളെ മാത്രം അവലംബിക്കുന്നതിനെ തടഞ്ഞു. എന്നാൽ ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ അവരെ വിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് ഹദീസിനെയും ഫിഖ്ഹിനെയും ഒക്കെ അവലംബിച്ചിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ 700ഓളം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിനെ നിഷേധിക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന ദാരുണമായ ഭവിഷ്യത്തിനെ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ജനങ്ങൾ ഇസ്ലാമിനെ വികലമാക്കാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്യുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയുണ്ടായി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, സയഅതി അഖ്വാമുൻ, പുറകെ ഒരു വിഭാഗം ആൾക്കാർ വരും. അവരെ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹദീസാണ് എന്ന നിലയിൽ അതിനെ നിഷേധിക്കുന്നവരായിട്ടുണ്ടാകും. അവരെ നിഷേധിക്കും, റജ്മിനെ നിഷേധിക്കും. കാരണം വിശുദ്ധ ഖുർആനിൽ വ്യഭിചാരത്തിന്റെ ശിക്ഷാ നടപടിയായി പറയുന്നത് 100 വട്ടം അടിക്കണം എന്നാണ്. അത് അവിവാഹിതരായ ആണും പെണ്ണും വ്യഭിചരിക്കുമ്പോഴുള്ള ശിക്ഷാ നിയമമാണ്. എന്നാൽ വിവാഹിതരായ ആണും പെണ്ണും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ഹദീസിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടാകും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവരെ റജ്മിനെ നിഷേധിക്കും. കാരണം ഹദീസിലൂടെയാണ്. ദജ്ജാലിനെയും നിഷേധിക്കും. കാരണം ദജ്ജാലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഹദീസിലാണ് വന്നിരിക്കുന്നത്. ഖുർആനിൽ ദജ്ജാൽ വരുമെന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ബുദ്ധിപരമായി വികാസം പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന ധാരാളം പേര് ദജ്ജാലിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ദജ്ജാൽ ഒരു ശക്തിയാണ്, ഒരു വ്യക്തിയല്ല എന്ന് പറയാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുൻകൂട്ടി തന്നെ പറയുകയാണ്, ഹദീസിന്റെ പ്രതിപാദ്യമായതുകൊണ്ട് തന്നെ ദജ്ജാലിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശുപാർശയെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടാകും. കാരണം ബുഖാരിയിലും സഹീഹായ ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, നാളെ മഹ്ശറാവൻ സഭയിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യദിനം വരെ വരുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ വിചാരണയ്ക്ക് വേണ്ടി ആദ്യമായി ശുപാർശ ചെയ്യുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. കാരണം ഈ ശഫാഅത്തിനെ കുറിച്ച് ഖുർആനിൽ ആയത്തുൽ ഹദീസാണ് വാരിദായിരിക്കുന്നത്. വബിഅദാബിൽ ഖബറി, ഖബറിന്റെ അദാബിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടാകും. കാരണം അദാബുൽ ഖബർ കൂടുതലും സ്ഥിരീകരിക്കപ്പെടുന്നത് ഹദീസിലൂടെയാണ്. അഞ്ചാമതായി വബിഖൗമിൻ യഖ്റുജൂന മിനന്നാരി ബഅദ തുഹിസു, ഒരു ഭാഗം ആൾക്കാർ നരകത്തിൽ കിടന്ന് അവരുടെ ശിക്ഷ അനുഭവിച്ച് അവരുടെ ശരീരങ്ങളൊക്കെ കരിഞ്ഞമർന്നതിന് ശേഷം അവരെ പുറത്താക്കപ്പെടും. പിന്നീട് അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടും. ഇതിനെ നിഷേധിക്കുന്ന ധാരാളം പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്. പാപങ്ങൾ പ്രവർത്തിച്ച മുഅ്മിനീങ്ങൾ നരകത്തിൽ പോയി അവരുടെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവർക്ക് സ്വർഗപ്രവേശനം ഉണ്ടാകും. ഇതിനെ നിഷേധിക്കുന്ന ആൾക്കാർ മുഅ്തസിലത്ത്, ഖവാരിജ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വൻപാപങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ എപ്പോഴും നരകത്തിലായിരിക്കും. പിന്നീട് അവർ ഒരിക്കലും സ്വർഗത്തിൽ വരില്ല എന്ന്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹദീസിനെ നിഷേധിക്കൽ ഇസ്ലാമിനെ വികലമാക്കലാണ്, അങ്ങേയറ്റം ആക്ഷേപാർഹമായ കാര്യമാണ് എന്ന് നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹദീസിനെ ഒരുമിച്ച് കൂട്ടുന്നതിന് തടസ്സം നിന്നിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ചിലർ പറയാറുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഹദീസിനെ ഒരുമിച്ച് കൂട്ടുന്നതിന് വെറുത്തിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നതിനുള്ള സൂക്ഷ്മതക്കുറവിനെ കുറിച്ച് ശക്തമായ താക്കീത് നൽകുകയുണ്ടായി. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലമായപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സാബ എന്ന് പറയുന്ന യഹൂദികളുടെ കൂട്ടത്തിൽ വലിയ ഒരു സംഘം രൂപാന്തരപ്പെട്ടു.
മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിലെ ആദർശങ്ങൾ വികലമാക്കുന്നതിന് വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ അവനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ ഉലൂഹിയ്യത്തിന്റെ പദം നൽകി. അല്ലാഹുവിനെ പോലെ ആരാധിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയാണ് അലി എന്നവർ വിശദീകരിക്കുകയുണ്ടായി. അതിനുവേണ്ടി കള്ള ഹദീസുകൾ തന്നെ അവർ കൊണ്ടുവരികയുണ്ടായി. രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ധാരാളം സഹാബാക്കളെ ആക്ഷേപിക്കുകയും ആ സഹാബാക്കളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യം മനസ്സിലാക്കിയ അലി റളിയല്ലാഹു അൻഹു ഇബ്നു സഅദ് വിശദീകരിക്കുകയാണ്, ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഖാഫലഹുമുല്ലാഹു അയ്യു ഇസാബത്തിൻ ബൈദാ സവദു വഅയ്യു ഹദീസിൻ മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സദു. അല്ലാഹു ഒരു വിഭാഗം ജനങ്ങളെ തകർക്കട്ടെ, നശിപ്പിക്കട്ടെ. അവര് നല്ല വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദര മുഖങ്ങളെ വികലമായി ചിത്രീകരിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി ജീവിതം മുഴുവനും ത്യജിച്ച സഹാബാക്കളെ അവർ വികലമായി ചിത്രീകരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള സഹാബാക്കളെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവരെ അല്ലാഹു നശിപ്പിക്കുമാറാകട്ടെ. وأي حديث من حديث رسول الله صلى الله عليه وسلم أفسد. എന്നെ ഇലാഹാണ് എന്ന് ഉയർത്താൻ വേണ്ടി അവർ കൊണ്ടുവന്ന കള്ള ഹദീസുകൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നല്ല നല്ല ഹദീസുകളെ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ഹദീസിനെ വികലമാക്കിയ ആൾക്കാരെയും അല്ലാഹു നശിപ്പിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു ഒരു പ്രഖ്യാപനം നടത്തി. ഇങ്ങനെയുള്ള കള്ളന്മാരിൽ നിന്ന് ഹദീസുകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി നല്ല ആൾക്കാരുടെ അടുക്കലുള്ള ഹദീസുകൾ ഓരോരുത്തരും ശേഖരിച്ചുകൊള്ളട്ടെ. അലി റളിയല്ലാഹു അൻഹു തന്നെ മിഹ്റാബിന്റെ മിമ്പറിന്റെ മുകളിൽ കയറി നടത്തിയ പ്രഖ്യാപനമാണ്, മൻ അറാദ മിന്നിൽ ഇൽമ മൻ യസ്തരി മിന്നി ഇൽമൻ ബിദിർഹം. ആരെങ്കിലും എന്നിൽ നിന്ന് ഒരു ദിർഹം നൽകി ഇൽമ വാങ്ങുന്നു എങ്കിൽ فاشتري الحارث الأحور صحيفة وكتب فيه علما كثيرا. എന്റെ ശിഷ്യനായ ഹാരിസ് അൽ-അഅ്വർ ഉണ്ട്. അദ്ദേഹം ധാരാളം ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏടുകളുള്ള ഹദീസുകൾ അവർ ഒരു ദിർഹം കൊടുത്ത് വാങ്ങിക്കൊള്ളട്ടെ. ഹാരിസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഏടുകളിൽ നിന്ന് ധാരാളം ഹദീസുകൾ എഴുതിയെടുക്കുകയുണ്ട്. റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ള ഹദീസുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അതിൽ നിന്ന് സമുദായത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ല ആൾക്കാർ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ഹദീസുകൾ ഓരോരുത്തരും പഠിക്കുകയും അത് വാങ്ങുകയും ചെയ്യണം എന്ന് അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയുണ്ടായി. ഹിജ്റ 3-ാം നൂറ്റാണ്ടിലാണ് ഹദീസ് ഒരുമിച്ച് കൂട്ടി എന്ന് പറയുന്നത് ശരിയല്ല. ഹിജ്റയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ നബിതങ്ങളുടെ കാലത്ത്, സഹാബാക്കളുടെ കാലത്ത് ഹദീസുകൾ ഓർമ്മ വയ്ക്കുകയും എഴുതി സൂക്ഷിക്കുകയും ചെയ്തു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിലാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനം ആദ്യമായി മദീനയിലെ ഖാദിയായ അബൂബക്കർ ബിൻ ഹസമിനാണ് എഴുതിയത്. فانظر من حديث رسول الله صلى الله عليه وسلم فاكتبه وإني خفت دروس العلم وذهاب العلماء. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കേവലം മദീനയിലെ ഖാദിക്ക് മാത്രമല്ല ഈ കത്തെഴുതിയത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബുഖാരി ശരീഫിലുള്ള റിവായത്താണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഓരോ പ്രദേശങ്ങളിലുമുള്ള ഖാദിമാർക്ക്, നേതാക്കന്മാർക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കത്തെഴുതുകയുണ്ടായി. അങ്ങനെ ഖാദി അബൂബക്കർ ബിൻ ഹസം, ഞാൻ നബിതങ്ങളുടെ ഹദീസുകൾ ശരിയായി സൂക്ഷിക്കപ്പെട്ടു പോകുന്നതിനെ ഭയപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം. ഈ നിർദ്ദേശം കേട്ടുകൊണ്ട് ഖാദി അബൂബക്കർ ബിൻ ഹസം ധാരാളം ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ തംഹീദിൽ പറയുന്നുണ്ട്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്, അബൂബക്കർ ബിൻ ഹസം ഹദീസിന്റെ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ എഴുതുകയുണ്ടായി.
ഇതെല്ലാം ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ ഹദീസിനെ ഒരുമിച്ച് കൂട്ടുന്നവർ ചെയ്ത സേവനങ്ങളാണ്. ഹിജ്റ 2-ാം നൂറ്റാണ്ടായപ്പോ അബ്വാബുകൾ, ഹദീസിന്റെ 3-ാമത്തെ രൂപമാണ് കിതാബുകളിൽ ബാബുകൾ നിശ്ചയിച്ചുകൊണ്ട് ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്ന രൂപം. ആ വിഷയത്തിൽ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ള കിതാബുൽ ആഥാർ എഴുതി. ഇമാം മാലിക് റഹിമഹുള്ള മുവത്ത ഇമാം മാലിക് എഴുതുകയുണ്ടായി. ഇങ്ങനെ അബ്വാബുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുന്ന രൂപരേഖ 2-ാം നൂറ്റാണ്ടായപ്പോ വളരെ കൂടുതൽ പ്രചാരം നേടി. ധാരാളം ഗ്രന്ഥങ്ങൾ ആ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടു. ഹിജ്റ 3-ാം നൂറ്റാണ്ടായപ്പോ ധാരാളം ഗ്രന്ഥങ്ങളും ഹദീസുകളും സമുദായത്തിന്റെ ഇടയിൽ നിലവിൽ വന്നു. അപ്പോ സനദുകൾ, ആ ഹദീസിന്റെ നിവേദക പരമ്പരയെ കുറിച്ചുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ ആരംഭിച്ചു. അതിൽ ഓർമ്മശക്തിയും ശരിയായ സൂക്ഷ്മതയുമുള്ളവരുടെ ഹദീസുകൾ ശരിയായി വേർതിരിക്കപ്പെട്ടു. സൂക്ഷ്മതയില്ലാതെ, ഓർമ്മശക്തിയില്ലാതെ, നിബിധങ്ങളുടെ ഹദീസാണ് എന്ന് ഉറപ്പില്ലാതെ പറഞ്ഞ കാര്യങ്ങൾ വേർതിരിക്കാൻ വേണ്ടി തുടങ്ങി. ഈ ദൗറിലാണ് സിഹാഹിന്റെ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത്. ഇമാം ബുഖാരി അലൈഹി റഹ്മ, ഇമാം മുസ്ലിം റഹിമഹുല്ല, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല, ഇമാം തിർമിദി റഹിമഹുല്ല, ഇമാം നസായി റഹിമഹുല്ല, ഇവരൊക്കെ ഈ 3-ാം നൂറ്റാണ്ടിലാണ് ഹദീസുകളെ ഒരുമിച്ച് കൂട്ടിയത്. ഇമാം ബുഖാരി അലൈഹി റഹ്മ അദ്ദേഹത്തിന്റെ അൽ ജാമിഉ സഹീഹ് എഴുതാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് ഒരു സ്വപ്നം കാണുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. നബിതങ്ങളുടെ ശരീരത്തിൽ ഈച്ച പറ്റിയിരിക്കുകയാണ്. ആ ഈച്ചയെ അദ്ദേഹം ശരീരത്തിൽ നാട്ടിപ്പായിക്കുകയാണ്. ഉസ്താദായ അബൂ ഇസ്ഹാഖ് ഇസ്ഫഹാനിയോട് പറയുകയുണ്ടായി, ഞാനിങ്ങനെ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടു. പ്രവാചകന്റെ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈച്ചകളെ ഞാൻ നാട്ടിപ്പായിക്കുകയാണ്. ഉസ്താദ് പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹീഹായ ഹദീസുകളെ നിങ്ങൾ വേർതിരിച്ച് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും. അങ്ങനെയാണ് ഇമാം ബുഖാരി അലൈഹി റഹ്മ അൽ ജാമിഉ സഹീഹ് എന്ന പേരിൽ സഹീഹായ ഹദീസുകൾ മാത്രം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കുന്നത്. ഇങ്ങനെ സഹീഹിന്റെ ഗ്രന്ഥങ്ങൾ മുസ്ലിം റഹിമഹുല്ല ഒരുമിച്ച് കൂട്ടി, തിർമിദി റഹിമഹുല്ല ഒരുമിച്ച് കൂട്ടി, അബൂ ദാവൂദ് റഹിമഹുല്ല ഒരുമിച്ച് കൂട്ടി, നസായി റഹിമഹുല്ല ഒരുമിച്ച് കൂട്ടി. സനദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദക പരമ്പരയാണ്. ഈ ഗ്രന്ഥങ്ങളിൽ നിവേദക പരമ്പരയുണ്ട്. അവരുടെ ജീവിതം വളരെ കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഓർമ്മശക്തി, വകുപ്പിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഹദീസിനെ സ്വീകരിക്കപ്പെടില്ല. അവരിൽ എന്തെങ്കിലും സൂക്ഷ്മത കുറവുണ്ടെങ്കിൽ അവരുടെ ഹദീസുകൾ ദഈഫായി വിളിക്കപ്പെടും. ഇങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിൽ ഹദീസിന്റെ പരമ്പര എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമായതുപോലെ ഹദീസ് വിശുദ്ധ ഇസ്ലാമിന്റെ വളരെ കൃത്യതയാർന്ന പ്രമാണമാണ് എന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും അംഗീകരിക്കുകയുണ്ട്. അഥവാ ഹദീസിനെ നിഷേധിക്കുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ഖുർആനെ തന്നെ നിഷേധിക്കുകയാണ്. കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, വൽഖുറൂ നിഅമതല്ലാഹി അലൈക്കും വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി യഅദുകും ബിഹി വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കണം. വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ യഅദുകും ബിഹി, നിങ്ങൾക്ക് ഉപദേശമായി ഖുർആനിനെയും ഹദീസിനെയും ഇറക്കി തന്ന അല്ലാഹു. ഇവിടെ കിതാബ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഹിക്മത്ത് എന്ന് കൂടി പറഞ്ഞു. അപ്പൊ കിതാബ് വേറെയാണ്, ഹിക്മത്ത് വേറെയാണ്. ഹിക്മത്ത് എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിന്റെ വിജ്ഞാനശാഖയ്ക്ക് പറയുന്നത് وَاذْكُرْنَ مَا يُتْلَى فِي بُيُوتِكُنَّ مِنْ آيَاتِ اللَّهِ وَالْحِكْمَةِ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا إِنَّ اللَّهَ كَانَ لَطِيفًا خَبِيرًا വധുക്കുള്ള സ്ത്രീകളെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്നതിനെ അല്ലാഹുവിന്റെ ആയത്തുകളിൽ നിന്നും വൽ ഹിക്മത്തി ഹദീസുകളിൽ നിന്നും. ഖുർആനിലെ കൂട്ടത്തിൽ ഹദീസിനെയും പറഞ്ഞിരിക്കുകയാണ്. وأنزل عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. يا نبي وأنزل الله عليك الكتاب അല്ലാഹു നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നു. വൽ ഹിക്മത ഹദീസിന്റെ വിജ്ഞാനശാഖയെയും വഅല്ലമക മാ ലം തകുൻ തഅലം നിങ്ങൾക്ക് അറിവില്ലാത്തതിനെയും അല്ലാഹു പഠിപ്പിച്ചു തന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ നിങ്ങളുടെ മേൽ അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് യാതൊരു പരിധിയുമില്ല. ഈ ആയത്തിലും അല്ലാഹു ഖുർആൻ മാത്രമല്ല പറഞ്ഞത്, ഹിക്മത്ത് ഹദീസും പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ നിർദ്ദേശം മാത്രമല്ല, നിബിതങ്ങളുടെ നിർദ്ദേശവും നമ്മൾ പാലിക്കണം. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂല ലഹുൽ ഖിയറതു മിൻ അംരിഹിം ومن يعص الله ورسوله فقد ضل ضلالا مبينا. ما كان لمؤمن ولا مؤمنة ലോകത്തുള്ള ഒരു മുഅ്മിൻ സ്ത്രീ പുരുഷന്മാർക്കും ഉചിതമല്ല, അനുവദനീയമല്ല അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം സ്വയപ്രകാരം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിക്കൽ. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം അല്ലാഹുവും റസൂലും എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചാൽ സ്വയപ്രകാരം മറ്റൊരു കാര്യം തീരുമാനിക്കാൻ ലോകത്തൊരു മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും അനുവാദമില്ല. ഇവിടെ അല്ലാഹു മാത്രമല്ല പറഞ്ഞ, റസൂലും പറഞ്ഞു. അതായത് ഹദീസിലും ഖുർആനിലും എന്തെങ്കിലും കാര്യങ്ങൾ വന്നു എങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കും. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും എതിർ പ്രവർത്തിക്കുന്നു എങ്കിൽ അവര് വ്യക്തമായ വഴികേടിലായി പോയി. അതായത് ഖുർആനെതിരായി ആരെങ്കിലും ജീവിക്കുന്നു എങ്കിൽ, ഹദീസിനെതിരായി ആരെങ്കിലും ജീവിക്കുന്നു എങ്കിൽ, ഹദീസിനെ ആരെങ്കിലും നിഷേധിക്കുന്നു എങ്കിൽ അവൻ വഴികെട്ടുപോയി എന്ന ഖുർആൻ പറയും. ومن يطع الرسول فقد أطاع الله ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നു എങ്കിൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചവനാണ്. ധാരാളം സംഭവങ്ങൾ നമുക്ക് ഖുർആനിക ആയത്ത് കൊണ്ട് തന്നെ മനസ്സിലാകും. ഖുർആൻ അംഗീകരിക്കുന്നു എങ്കിൽ തീർച്ചയായും അവൻ ഹദീസിനെ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഖുർആൻ പോലെ വിശുദ്ധ ഹദീസ് ഇസ്ലാമിന്റെ പ്രമാണമാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് നമ്മൾ നല്ലതുപോലെ പഠിക്കണം, വായിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്ത്. നാളെ ഖിയാമത്തിന്റെ ദിനത്തിൽ ഞാനുമായി ഏറ്റവും അടുത്തിരിക്കുന്നത് എൻ്റെ മേൽ കൂടുതൽ സലാത്തുകൾ ചൊല്ലുന്നവരാണ്. മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഹദീസിന്റെ പഠനവുമായി ആര് ബന്ധപ്പെടുന്നു അയാളാണ് നബി തങ്ങളുടെ മേൽ ഖൗലൻ ഫിഇലൻ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുന്നത്. ഹദീസ് മനസ്സിലാകാതെ വിശുദ്ധ ഖുർആൻ മനസ്സിലാകില്ല.
കാരണം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മുജ്മലാണ്, ഹദീസുകൾ അതിനെ തഫ്സീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സാധാരണ മുൻകിരീനൽ ഹദീസ്, ഹദീസിനെ നിഷേധിക്കുന്ന ആൾക്കാർ ഖുർആൻ മതി എന്ന് പറയാറുണ്ട്. കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നബിതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ കൂട്ടത്തിൽ തന്നെ അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു, അറിയണം എനിക്ക് ഖുർആൻ പോലെ തന്നെ അത്ര തന്നെ പ്രസിദ്ധവും പ്രബലവുമായ വിജ്ഞാനത്തിന് നൽകി, ഹദീസിന് നൽകി എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗലുകൾ, നബിതങ്ങളുടെ ഫിഇലുകൾ, നബിതങ്ങളുടെ തഖരീറുകൾ, നബിതങ്ങളുടെ വാക്കുകൾ, നബിതങ്ങളുടെ പ്രവൃത്തി, നബിതങ്ങളുടെ മുന്നിൽ ഒരു സഹാബി എന്തെങ്കിലും പറഞ്ഞു, നബിതങ്ങൾ അതിനെ കേട്ടു, അംഗീകരിച്ചു. ഒരു സഹാബി നബിതങ്ങളുടെ അടുക്കൽ വെച്ച് എന്തെങ്കിലും പ്രവർത്തിച്ചു, നബിതങ്ങൾ അതിനെ അംഗീകരിച്ചു. നബിതങ്ങൾ അതിന് തടസ്സം പറഞ്ഞിട്ടില്ല എങ്കിൽ തഖരീർ എന്ന് പറയും. ഇതെല്ലാം ഹദീസാണ്. ഇത് നബിതങ്ങളിൽ നിന്ന്, സഹാബാക്കളിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, തബഅ താബിഈങ്ങളിൽ നിന്ന് ഇതപര്യന്തം വളരെ കൃത്യതയാർന്ന സനദോടെ, നിവേദന പരമ്പരയോടെ ഇന്നു വരെ മുസ്ലിം ലോകത്ത് എത്തിയിരിക്കുകയാണ്. ഇത്രയും കൃത്യമായ ഒരു വിജ്ഞാന ശാഖ ലോകത്ത് മറ്റൊന്നിനും അവകാശപ്പെടാൻ കഴിയില്ല. ഇത്രയും കൃത്യമായ നിവേദക പരമ്പരയോടെ സനദ് ശിഷ്യന്മാരിൽ നിന്ന് ഇതപര്യന്തം കൈമാറിയാണ് നമ്മളുടെ അടുക്കലേക്ക് ഹദീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പ്രബലമായ, ഇത്രയും വളരെ കൃത്യമാർന്ന, ഇത്രയും സുഹൃത്തമാർന്ന ഈ പ്രമാണത്തിന്, ഈ തെളിവിനെ നമ്മൾ ഓരോരുത്തരും പഠിക്കണം, അംഗീകരിക്കണം. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.